നമസ്കാരം. നമ്മുടെ ഉള്ളിലെ ആത്മവിശ്വാസവും മുഖത്തെ പുഞ്ചിരിയും മായാതെ സൂക്ഷിക്കുക. എന്നാൽ ഏത് പ്രതികൂല സാഹചര്യത്തിൽ പോകേണ്ടി വന്നാലും നമ്മൾ വിജയത്തിൽ തന്നെ എത്തിച്ചേരും. ഇത് സ്ത്രീകളുടെ പുഞ്ചിരി വിടർന്ന വേദി, റെഡ് കാർപ്പറ്റ്. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. ഇന്ന് നമ്മുടെ റെഡ് കാർപ്പറ്റിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നത് മലയാള സിനിമയിലെ ഒരു യുവ നായികയാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമാവാൻ സാധിച്ച ഒരു അഭിനേത്രി, ഒരു നർത്തകി. നമുക്ക് വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം നിരഞ്ജന അനൂപ്. അല്ല, ഇപ്പൊ എല്ലാരും എനിക്ക് നീരു നീരു കുട്ടി എന്നൊക്കെ വിളിക്കുന്ന കണ്ടു. വീട്ടിൽ അങ്ങനെയാണോ വിളിക്കുക? അമ്മ അച്ഛനും നീരു എന്നല്ല, എനിക്ക് ആക്ച്വലി കസിൻസ് എല്ലാരും കൂടെ ഇട്ട് പേരാണ് നീരു. അതെ, അപ്പൊ അത് എങ്ങനെയോ ആരാധകർ അറിഞ്ഞിട്ട് ഇപ്പൊ അവരുടെ എല്ലാം ഫേവറേറ്റ് നീരു ആയിട്ടിരിക്കുകയാണ്. ശരി, അപ്പൊ എന്തായാലും നമുക്ക് ഇരുന്ന് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ സംസാരിക്കാം. റെഡി? ആദ്യം സിനിമ അല്ലെങ്കിൽ നൃത്തം അതൊക്കെ ഞാൻ ചോദിക്കാം. അതിനു മുമ്പും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ചോദിക്കാൻ കാത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ മലയാളി പ്രേക്ഷകർ എല്ലാവരും വളരെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഒരു ക്യാരക്ടറാണ് മംഗലശ്ശേരി നീലകണ്ഠൻ. ആ മംഗലശ്ശേരി നീലകണ്ഠനുമായിട്ട് ഏറ്റവും അടുത്ത ഒരു ബന്ധമുള്ള ഒരാളാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. നമ്മളൊക്കെ സ്ക്രീനിൽ കണ്ടിട്ട് ഓ വാവ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഒരു ക്യാരക്ടറും നിരഞ്ജനയും തമ്മിലുള്ള ഒരു ബന്ധം പറയൂ, പ്രേക്ഷകരോട് വ്യക്തമായി തുറന്നു പറയൂ. ഏറ്റവും അടുത്തെന്ന് പറഞ്ഞാല്, എനിക്ക് 3 വയസ്സുള്ളപ്പോൾ മുത്തശ്ശൻ പോയി. അപ്പൊ എനിക്കും ഈ പറഞ്ഞതുപോലെ കേട്ടറിവാണ് കൂടുതൽ. ദേവാസുരം എനിക്ക് ഭയങ്കര ബെനിഫിറ്റ് ആയിരുന്നു ആ രീതിയിൽ. കാരണം എല്ലായ്പ്പോഴും എല്ലാവർക്കും അവരുടെ ഗ്രാൻഡ് പേരൻസിന്റെ ലവ് സ്റ്റോറി ഒക്കെ ഇത്രയും വലിയ കലാകാരന്മാരെ അവതരിപ്പിച്ച് കാണാനുള്ള ഭാഗ്യം കിട്ടില്ല. അപ്പം എനിക്ക് ആ രീതിയിൽ ഭയങ്കര ബ്ലെസ്സിംഗ് ആണ്. കാരണം ഇവരുടെ ലവ് സ്റ്റോറി എങ്ങനെയായിരുന്നു, ഇങ്ങനെയൊക്കെ ആയിരുന്നോ എന്നുള്ളത്. എങ്ങനെയായിരുന്നു സിനിമയിൽ കാണിച്ച കഥകൾ? ആ കഥ മാത്രമേ ഉള്ളൂ? അതേ വീട്ടിൽ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇവരുടെ ലവ് സ്റ്റോറി, വേറെ എന്തെങ്കിലും? ഇല്ല, അങ്ങനെ ഒരു ചർച്ച ഇതിനെ പറ്റിയിട്ട് ഒരിക്കലും ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു രഞ്ജിമാമയുടെ അടുത്ത്, രഞ്ജിത്ത് ബാലകൃഷ്ണൻ രഞ്ജിമാമയുടെ അടുത്ത് മുത്തശ്ശനും അമ്മമ്മയും ഒരുപക്ഷെ ഇരുന്ന് പറഞ്ഞു കൊടുത്ത ശരിക്കുള്ള പേര് മുല്ലശ്ശേരി രാജഗോപാൽ. മുല്ലശ്ശേരി രാജഗോപാലാണ് മംഗലശ്ശേരി നീലകണ്ഠനായത്. പിന്നെ സുഹൃത്ത് ബന്ധങ്ങൾ ഭയങ്കര ഒരുപാട് കാത്തു സൂക്ഷിച്ചിരുന്ന വ്യക്തിയായിരുന്നു. അപ്പൊ ഈ താന്തോന്നിത്തരവും ആ കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ട്. എന്നെ ഒരുപാട് ഡീസന്റ് ആയിട്ടാണ് കാണിച്ചത്. ഈ മുത്തശ്ശൻ ശരിക്കും മുത്തശ്ശി അതുപോലെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഡാൻസ് കളിപ്പിച്ചിട്ടുണ്ടോ? അത് ശരിക്കുള്ള സംഭവമാണോ? അതില്ല. അതില്ല, പക്ഷെ അമ്മമ്മയ്ക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ആസ് എ പേഴ്സൺ ഒരാൾക്കും അങ്ങനെ ഒരാളെ പെട്ടെന്ന് ഇഷ്ടപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പറഞ്ഞിട്ടുണ്ട്, ആരെ കല്യാണം കഴിച്ചാലും ഞാൻ കല്യാണം കഴിക്കില്ല, നെവർ സേ നെവർ. അതോടെ അമ്മമ്മ പക്ഷെ ഭയങ്കര ബോണ്ടിങ്ങും ഡെപ്തും ഉള്ള ഒരു. അതെ, അത് നമ്മളെ സിനിമയിൽ കാണുന്ന പോലെ വളരെ യാദർശികമായി അതിലേക്ക് എത്തുകയാണ്. അപ്പൊ റിയൽ ലൈഫിലും അങ്ങനെ തന്നെ ആയിരിക്കും സംഭവിച്ചിട്ടുള്ളത്. ഇഷ്ടമല്ലാന്ന് പറയെങ്കിൽ പോലും ഓരോരോ ഇൻസിഡന്റിലൂടെ എവിക്ഷൻ വന്ന കാര്യമൊക്കെ ശരിയാണ്. അവര് വീട് എവിക്ട് ചെയ്തിട്ട് മുത്തശ്ശനാണ് അമ്മമ്മയുടെ മൊത്തം കുടുംബത്തിനെ പാർപ്പിച്ചതും. അതൊക്കെ മുത്തശ്ശിയുടെ പേര് ഭാനുമതി എന്നല്ലല്ലോ? അല്ല, ലക്ഷ്മി. ഓക്കെ, അപ്പൊ ലക്ഷ്മി എന്നാണ് ആ മുത്തശ്ശിയുടെ പേര്. അപ്പം മുത്തശ്ശന്റെയും ഈ വീരകഥകൾ ഇന്നും ഈ ജനറേഷനിലുള്ള ആൾക്കാർ വരെ ആ സിനിമയെ ഇഷ്ടപ്പെടുന്നു. അതാ അമ്മ, എനിക്ക് തോന്നുന്നു ദേവാസുരം സ്വന്തം അച്ഛന്റെ അമ്മയുടെയും കഥയൊന്നും അറിയില്ലായിരുന്നു. കോളേജിലായിരുന്നു തോന്നുന്നു അമ്മ. എനിക്ക് അമ്മ പറഞ്ഞിട്ടാണ് അറിയാം. ഷോ കണ്ടു കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നിട്ട് ആദ്യം പറഞ്ഞത് എന്തൊരു തല്ലിപ്പൊളി പടമാണ്, മൊത്തം അടി ഇടി, ബോറടിച്ചു, ഇങ്ങനെ പറഞ്ഞിറങ്ങി വന്നതാ. പിന്നെ വനിതയില് ഒരു റൈറ്റപ്പ് ഒക്കെ അന്ന് കാലത്ത് വന്നിരുന്നു. അപ്പൊ ആ സമയത്താണ് അമ്മ അയ്യോ ഇത് ഇങ്ങനെയൊക്കെ ആയിരുന്നു, അങ്ങനെ അൺഅവെയർ ആയിരുന്നു. ഇങ്ങനെ ആവുന്നോ അല്ലെങ്കിൽ ആൾക്കാർ ഇത്രയ്ക്ക് ഓർത്തിരിക്കുന്നോ ഒന്നും അവര് കൂടെ ആലോചിച്ചിട്ടുണ്ടാവില്ല. അമ്മയോട് ചോദിച്ചിട്ടുണ്ടോ മുത്തശ്ശൻ ഇങ്ങനെ നമ്മൾ സിനിമയിൽ കാണുമ്പോൾ കുറച്ച് ഇങ്ങനെ റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണല്ലോ, പക്ഷെ നേരിട്ട് ലൈഫ് അമ്മയും കണ്ടിട്ടില്ല. ഇല്ല, അമ്മയൊക്കെ കാണുമ്പോഴത്തേക്കും ഒബ്വിയസ്ലി ഭയങ്കര സോബർഡ്
കുടുംബമായി അങ്ങനെ ഒരു രാവണപ്രഭുവിലെ പോലത്തെ ഒരാളായി കാണും. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയി കഴിയുമ്പോ ആൾക്കാർ മാറും. അമ്മമ്മയാണ് ആ ഫേസ് കണ്ടിട്ടുള്ളത്. അതെ അതെ. ഒരിക്കലും അല്ലെങ്കിൽ ഒരു സ്ത്രീ പറയില്ലല്ലോ ആരെ കെട്ടിയാലും ഈ മനുഷ്യനെ കെട്ടില്ല. അതെ, അത് ശരിയാണ്. ആൻഡ് അമ്മയുടെയും ഒരു ലവ് സ്റ്റോറി ഭയങ്കര വിവാദമായതായിരുന്നോ? അമ്മ ഭയങ്കര നല്ല കുട്ടി, വീട്ടുകാർക്കൊക്കെ ഭയങ്കര അഭിപ്രായം. പക്ഷെ അതൊരു ലവ് സ്റ്റോറി ആയിരുന്നു, സ്റ്റോറി തന്നെയായിരുന്നു. പക്ഷെ ഇത്ര ലെജൻഡറി ആയിട്ടുള്ള ഒരു പരിപാടി ഒന്നും പിടിക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ നിരഞ്ജനയ്ക്ക് സംവിധാനം ചെയ്യണം എന്നൊക്കെ ഒരു ആഗ്രഹം മനസ്സിലുള്ള ഒരാളാണ് അല്ലേ? ഞാൻ ഏതൊരു ഇന്റർവ്യൂല് കേട്ടിട്ടുണ്ടല്ലോ, രാജുവേട്ടൻ പറയുന്ന കേട്ടിട്ടുണ്ടല്ലോ, വിവരം കെട്ട കാലത്ത് വിവരമില്ലാത്ത സമയത്ത് തോന്നിയ ഒരു വിവരക്കേട്. അല്ല, ഞാൻ ഫസ്റ്റ് വിസിറ്റ് ചെയ്ത സെറ്റ് ലൊക്കേഷൻ ആദ്യം കാണുന്നത് നന്ദനത്തിന്റെ സെറ്റാണ്. അപ്പം രഞ്ജിമാമ എടുക്കുന്ന ജോലി എന്താണെന്ന് അറിയില്ല. അപ്പൊ എന്നെ വയസ്സുണ്ടാവും? 5 6 ഇല്ലില്ല, 3 or 4 അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ആഗ്രഹം പാട് ഉപേക്ഷിച്ചോ? അങ്ങനെ ഒരു തോട്ട് ഇല്ല. ഓക്കെ. പക്ഷെ ഇനി വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിൽ അല്ലേ? അതെ. ഈ അതായത് നിരഞ്ജനയുടെ ഒരു ജേർണി എന്ന് പറയുന്നത് ലോഹം എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് തുടങ്ങിയത്. അപ്പോൾ ഒരുപാട് സീനിയർ ആക്ടേഴ്സും അല്ലെങ്കിൽ ഡയറക്ടറും ഒക്കെ വർക്ക് ചെയ്ത ഒരു അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമായിട്ടാണ് തുടങ്ങിയത് തന്നെ. അതും വളരെ വലിയ ഭാഗ്യമായി. കാരണം എനിക്ക് 10th സ്റ്റാൻഡേർഡിലാണ് ലോഹം സംഭവിക്കുന്നത്. അപ്പൊ അന്നും ഈ പറഞ്ഞതുപോലെ ഈ വാശിയുടെ പുറത്ത് അഭിനയിക്കണം എന്ന് പറഞ്ഞ് പൊറുതിമുട്ടിച്ചിട്ടുണ്ട് രഞ്ജുമാമൻ ആ സമയത്ത്. അപ്പം അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ അന്ന് അവർക്കും സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാൻ സീരിയസ് ആണോ എന്ന് അറിഞ്ഞൂടാ, എന്താ ചെയ്യേണ്ടതെന്ന് തീരെ അറിഞ്ഞൂടാ. അപ്പം വാശി പിടിച്ച് വാങ്ങിച്ചൊരു റോളാണ് ലോഹത്തില്. അന്ന് വലിയ ധാരണയൊന്നും സാറിനോട് തന്നെ വാശി പിടിച്ചു. എനിക്ക് അഭിനയിക്കണം എന്നൊരു സുപ്രഭാതത്തിൽ എനിക്ക് അഭിനയിക്കണം എന്ന് ഞാൻ പറഞ്ഞു. ഇനീഷ്യലി അത് ജോക്കായിട്ടാണ് കരുതിയത് സ്വാഭാവികമായിട്ട്. പിന്നെ പിന്നാലെ നടന്ന് ഇതന്നെ പറഞ്ഞു തുടങ്ങി. അപ്പൊ എന്തെങ്കിലും ആവട്ടെ, give it a shot. അതെ, എന്നിട്ട് നോക്കാം എന്നുള്ളത്. ആ സിനിമ ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ആ സിനിമയില് നിരഞ്ജന വിചാരിച്ചു ആ സിനിമയുടെ മുഴുവനും ഞാനാണ് നിറഞ്ഞു നിൽക്കുക, എന്റെ ക്യാരക്ടർ ആയിരിക്കും സൂപ്പർ എന്നൊക്കെ വിചാരിച്ചു എന്നൊക്കെ. അങ്ങനെ ഉണ്ടായോ? ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു അഭിനയം? അതായത് ഷോട്ടൊക്കെ എടുക്കുന്ന സമയത്തൊക്കെ റിലാക്സ്ഡ് ആയിരുന്നോ? എനിക്ക് ഒരുപാട് പരിചയമുള്ള ആൾക്കാരാണ്, അതുകൊണ്ട് ടെൻഷൻ ആയിരുന്നില്ല, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ആഗ്രഹിച്ചൊരു കാര്യം നേടി എന്നുള്ളൊരു സന്തോഷമായിരുന്നു. പിന്നെ ലാലേട്ടൻ, അതെ, നമ്മള് എനിക്കാണെങ്കിലും സിനിമയിൽ കാണുന്ന ലാലേട്ടൻ ഫാനാണ് എല്ലാവരും, എവറിബഡി. അപ്പൊ ആദ്യം തന്നെ അങ്ങനെ ഒരു എൻട്രി പുള്ളിയുടെ കൂടെ പോയി. എന്റെ ബാല്യം എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി അല്ലേ? ഭയങ്കര വലിയ ഭാഗ്യമാണ് കിട്ടിയത്. പക്ഷേ അത് ആദ്യത്തെ സ്റ്റേജിൽ കിട്ടിപ്പോയി എന്നുള്ളത് ഇസ് എ ബിഗ് ബ്ലെസ്സിങ്. അതെ. ആൻഡ് രഞ്ജിത്ത് സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീമയുടെ ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് ഭയങ്കര മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ ശ്രദ്ധിച്ച് അത് ആർട്ടിസ്റ്റുകളെ കൊണ്ട് പെർഫോം ചെയ്യിപ്പിക്കുന്ന കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ ഒരുപാട് പേര്, ഇപ്പൊ അനുമോള്, ഒരുപാട് പേരുടെ ഇന്റർവ്യൂവിൽ അവർ പറയുന്നത് ഭയങ്കര വഴക്ക് പറയും രഞ്ജേട്ടൻ. അപ്പൊ അങ്ങനെ ഇപ്പം മരുമകളായതുകൊണ്ട് തന്നെ വഴക്ക് പറയണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാകും. എനിക്ക് അങ്ങനെ വരുമ്പോ ശരിക്ക് ഓപ്പോസിറ്റ് ആണ്. എനിക്ക് ഒരിക്കലും ഒരു പരിഗണന, ഒരു ഇളവുമില്ല. അല്ല, ആദ്യം തന്നെ പറഞ്ഞത് ഇത് ഇറ്റ്സ് എ ടഫ് ജോബ്, നീ വിചാരിക്കുന്ന പോലെ അല്ല എന്നുള്ളത് വളരെ ക്ലാരിറ്റിയോടെ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് എനിക്കും വഴക്ക് കേട്ടിട്ടുണ്ട്, എനിക്ക് ഇഷ്ടം പോലെ വഴക്ക് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു പരിഗണന ഒന്നും ഒരിക്കലും കിട്ടിയിട്ടില്ല. എനിക്ക് ലോഹത്തിൽ കേട്ടതിനെക്കാളും കൂടുതൽ പുത്തമ്പണത്തിൽ നല്ലോണം വഴക്ക് കേട്ടിട്ടുണ്ട്. ഡയലോഗ് ഇല്ലാതെ ഇമോട്ട് ചെയ്യാൻ, അതായത് ഒരു ആക്ടിങ് ക്ലാസ്സോ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ ഒന്നുമില്ല. പിന്നെ ജന്മസിദ്ധമായിട്ടുള്ള അങ്ങനെ ഒരു കഴിവൊന്നും എനിക്കില്ല, നല്ല ബോധ്യമുണ്ട്. അപ്പം അങ്ങനെ പെർഫോം ചെയ്യാൻ പറയുന്ന സമയത്ത് കിട്ടുന്നില്ല. എത്ര തവണ 3 ഷോട്ടൊക്കെ മാക്സിമം. അത് കഴിയുമ്പോഴത്തേക്കും ക്ഷമ നശിക്കും. നല്ല ചീത്ത കേട്ടിട്ടുണ്ട് പാവം. എന്നിട്ട് വീട്ടിൽ, അതായത് സിനിമയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും പരിഭവം പറഞ്ഞിട്ടുണ്ട്, എന്നാലും അമ്മാവെന്നല്ലേ വിളിക്കണേ? അമ്മാവ എന്നോട് അങ്ങനെ അല്ല, കാര്യത്തിന് വേണ്ടിയായിരുന്നു എന്നറിയാം. കാരണം പണ്ടിരിക്കുമ്പോ എനിക്ക് രസാ, വേറെ ആർട്ടിസ്റ്റിന് ആർക്കെങ്കിലും ചീത്ത വെക്കുമ്പോ എനിക്ക് രസാണല്ലോ, ഇതൊക്കെ ഈസി എന്ന് പറഞ്ഞിരിക്കാണ് അവിടെ. അപ്പൊ എല്ലാം അവിടെ നിന്നിട്ടുള്ള ബുദ്ധിമുട്ട് ഞാൻ പിന്നെ അപ്പൊ നിരഞ്ജന, നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് ഒരു നല്ല ഗായികയാണ് ഞാൻ ഇന്ന് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ആഗ്നയ എസ് പ്രകാശ്. സ്വാഗതം. നിങ്ങൾ ഒരു നാട്ടുകാരാട്ടോ. കോഴിക്കോട് എവിടെയാ? കോഴിക്കോട് ബാലുശ്ശേരി. ഞാൻ ചാലപ്പുറം.
ചാലപ്പുറം. ഇനി പറയൂ, ഈ പാട്ടിന്റെ വിശേഷങ്ങൾ ആരുടെ അടുത്താ പഠിക്കുന്നത്? എത്ര നാളായി പഠിക്കുന്നു? പാട്ട് 7 വർഷമായി പഠിക്കുന്നു. ഫസ്റ്റ് പേരാമ്പ്ര അക്കാഡമിയിലായിരുന്നു പഠിച്ചത്. പക്ഷെ ഇപ്പോ ശ്രീജിത്ത് സാർ അടുത്താണ് പഠിക്കുന്നത്. പ്രോപ്പർ ക്ലാസിക്കൽ അങ്ങനെ തന്നെയാണ് പഠിക്കുന്നത്. പക്ഷെ ഇപ്പൊ 10th ആയതുകൊണ്ട് ഇപ്പൊ പോവില്ല. പരിപാടിയൊക്കെ ഒന്ന് സൈഡാക്കി. സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഇതിലും പങ്കെടുത്തിട്ടുണ്ട്. ജില്ല വരെ എത്തിയിട്ടുണ്ട്. അടിപൊളി. ഞാൻ കേട്ടു കൈതപ്പുറം സാറിന്റെ കൂടെ ഒരു പാട്ട് പാടാനുള്ള ഒരു അവസരം. പാട്ട് പാടാനല്ല, സാറിന്റെ സാന്നിധ്യമുള്ള ഒരു വേദിയിൽ വെച്ച് പാട്ട് പാടാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം നേരിട്ട് പറഞ്ഞ എന്താണ് അഭിപ്രായം, എന്തെങ്കിലും പറഞ്ഞോ? സാറ് നല്ലോണമാണ് പറഞ്ഞത്. പാട്ട് പാടിയപ്പോ സാറ് ഒരു വാക്ക് എനിക്ക് ഭയങ്കര ഇതായിരുന്നു. സാറിങ്ങനെ പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷം. ശരി, അപ്പൊ ഇനി സ്കൂളിലെ വിശേഷങ്ങൾ പറയൂ. ഫ്രണ്ട്സ് എത്ര ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട്? ഫ്രണ്ട്സ് കുറെ പേരുണ്ട്. എല്ലാവരും നല്ല കമ്പനിയാണ്. ഇഷ്ടമുള്ള സബ്ജക്റ്റോ? ഇഷ്ടമുള്ള സബ്ജക്ട് അങ്ങനെയൊന്നുമില്ല. എന്നാലും ഇംഗ്ലീഷ് ഒക്കെ കണക്കാണ്. എല്ലാം അങ്ങനെയല്ല. ചുമ്മാ ചോദിച്ചതാ. അങ്ങനെയൊക്കെ തന്നെയാണ് ഏകദേശം. ഈ പാട്ട് എന്ന് പറയുന്നത് അതായത് വീട്ടിൽ ആരെങ്കിലും പറഞ്ഞിട്ട് കൊണ്ട് ചേർന്ന് അങ്ങനെയാണോ, അതെയോ ഇപ്പൊ നിരഞ്ജന പറഞ്ഞല്ലോ എനിക്ക് അത് ചെയ്യണം, എനിക്ക് പാട്ട് പഠിക്കണം, അങ്ങനെ ഡാൻസ് അങ്ങനെയാണോ പോയത്? 4ാം ക്ലാസ്സിൽ വെച്ചിട്ടാണ് പാട്ട് ഇങ്ങനെ പാടുമെന്ന് അച്ഛനും അമ്മയും അങ്ങനെ പറഞ്ഞത്. അപ്പൊ അവര് ചേർത്ത് എന്നിട്ടാണ് പാട്ട് പാടാൻ തുടങ്ങിയത്. അങ്ങനെ ഓരോ സ്റ്റേജിലൂടെ എനിക്ക് പാടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഏതൊക്കെ ജോണറിലുള്ള പാട്ടുകൾ പാടും? ക്ലാസിക്കൽ, ലളിതഗാനം? മെലഡീസ് ആണ് കൂടുതൽ പാടുക. അപ്പൊ ഇനി നമ്മൾ ചില ഇത് പറയൂല്ലോ, അതായത് മാഷുമാര് പറയും ഇന്നൊരു ഏരിയ ഇമ്പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ഒന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ, അങ്ങനെ എന്തെങ്കിലും സാറുമാരെ ഒരു ഇത് തന്നിട്ടുണ്ടോ? ബ്രീത്തിങ്, പാട്ട് പാടുമ്പോ ബ്രീത്തിങ്ങിന്റെ പറയാറുണ്ട്. എനിക്ക് ബ്രീത്ത് അതിന് വേണ്ടിയുള്ള പ്രാക്ടീസും ചെയ്യണം. ഇപ്പൊ കൊറേ ആയി പ്രാക്ടീസ് ചെയ്തിട്ട്. സുഖമില്ലേനു, പനിയേനു. ഇപ്പൊ റെഡി ആയിരുന്നു പനിയായിരുന്നു. ഇനി പനിയൊക്കെ മാറിയിട്ട് എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നു. പനിയൊക്കെ മാറിയിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് എന്തായാലും നമുക്ക് ഇന്ന് നല്ലൊരു പെർഫോമൻസ് എന്തായാലും ഉണ്ടാവുമല്ലോ. വീട്ടിൽ ആരൊക്കെയാണ് പാട്ടുകൾ സപ്പോർട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ പാട്ടുകളുടെ സെലക്ഷൻ ഒക്കെ നടത്തുന്നത്? സെലക്ഷനും അമ്മയാണ്. അമ്മ ഭയങ്കര സപ്പോർട്ടാണ്. അപ്പൊ എന്തായാലും നമുക്ക് അവരെ കൂടി ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇതാണ് അച്ഛൻ. അച്ഛന്റെ പേര് പ്രകാശ്. എന്ത് ചെയ്യുന്നു? എന്തോ കമ്പനിയിലാണ്. ഈ ആഗ്നേയ എന്നുള്ള പേരിന്റെ അർത്ഥം എന്താണ് അച്ഛാ? നാട്ടിൽ അങ്ങനെ ഒരു പേരില്ല. നാട്ടിൽ അങ്ങനെ ഒരു പേരില്ല. അപ്പൊ അതായത് കുട്ടി ഉണ്ടായി കഴിഞ്ഞപ്പോ ചേട്ടൻ ഫുൾ കോഴിക്കോട് അന്വേഷിച്ചോ ആഗ്നേയ എന്നുള്ള പേരുണ്ടോ? നമ്മുടെ നാട്ടില് ബാലുശ്ശേരിയിൽ മൊത്തം അന്വേഷിച്ചു. അവിടെ ഇവിടെ ഇല്ല. സന്തോഷായി. ഈ പേര് എവിടെന്നാ കണ്ടുപിടിച്ചത്? അത് അവളെ അമ്മയാണ് കണ്ടുപിടിച്ചത്. ഈ മോൾ ഇങ്ങനെ പാട്ട് പാടും എന്നുള്ളതൊക്കെ അറിഞ്ഞപ്പോ അച്ഛൻ അതിന് എങ്ങനെയാണ് ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞ് കൊടുത്തത് ആദ്യമായിട്ട്? ഒന്നുമില്ല, ഇങ്ങനെ മടിയിലിരുത്തി ഇങ്ങനെ പാടുന്ന സമയത്ത് അവള് പാടുമായിരുന്നു. അങ്ങനെയാണ് കൊണ്ടുവച്ച് ചേർക്കുന്നത്, പാട്ട് പഠിക്കാൻ ചേർക്കുന്നു. ഇപ്പൊ വീട്ടിലൊക്കെ വരുമ്പോ പാട്ടുകളൊക്കെ അച്ഛൻ ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ പാടിപ്പിച്ച് നോക്കാറുണ്ടോ? അങ്ങനെയൊന്നുമില്ല, എന്നാലും ചില സമയത്തൊക്കെ. പഠിക്കാൻ എങ്ങനെയാണ് ആള്? കുഴപ്പമില്ല, എല്ലാം കൊണ്ടും മിടിക്കുകയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും അടിപൊളി. പ്രൗഡ് പേരൻസ് ആണ്. അതെ. ഇനി ഇത് അനിതി, പേരോ? അലേഖ. ഓ, ബാലുശ്ശേരിയിലില്ല. അതും അങ്ങനെ തപ്പിയെടുത്ത പേര് തന്നെയായിരിക്കും അല്ലെ? അലേഖ ഒന്നുണ്ട്. അച്ഛന്റെ ഫ്രണ്ടിന്റെ മോളെ പേര് അലേഖ. എന്തായാലും ഈ ഒരു പേരും അലേഖ ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ല. ഇത് പിന്നെ എവിടെയൊക്കെയോ നോർത്ത് ഇന്ത്യൻസിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു പേര് കേൾക്കുന്നത്. വീട്ടില് പെറ്റ് നെയിം ആയിട്ട് എന്താ വിളിക്കുക എല്ലാവരും? കുട്ടിമോള്. ഞാൻ വിചാരിച്ചു അല്ലു എന്നാണ്. ഓക്കെ, കുട്ടിമാളു. ആഗ്നേയൻ എന്താ വിളിക്കുക? മോളു എന്നാണ് വിളിക്കുക. ശരി, ഇനി അമ്മയുടെ പേര് പറയൂ. ഷൈമ. ഓക്കെ, ഷൈമ വർക്ക് ചെയ്യാണോ? പ്രൈവറ്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാണ്. കോഴിക്കോട് തന്നെ? ബാലുശ്ശേരി നടുവണ്ണൂർ ഒരു സ്ഥലത്തായിട്ട്. പണ്ട് സ്കൂളിലൊക്കെ പാട്ടൊക്കെ പാടാറുണ്ടായിരുന്നോ? ഇല്ല, ചെറുതായിട്ട് ഡാൻസിനും ഗ്രൂപ്പ് ഡാൻസ് അങ്ങനെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഇപ്പോ മോളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഫുൾ സപ്പോർട്ടായിട്ട് നിങ്ങൾ എല്ലാവരും നിൽക്കുകയാണ്. അതിന് വലിയൊരു കയ്യടി. കാരണം ആ ഒരു പേരൻസിന്റെ സപ്പോർട്ട് കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്ത് ആയിട്ട് പോവുള്ളൂ. ആ ഒരു പ്രഷർ എന്തുകൊണ്ടും കുറയുന്നത് അങ്ങനെയാണ്. ആൻഡ് 10ാം ക്ലാസ് ആയതുകൊണ്ട് അമ്മയ്ക്ക് ഒരു ടെൻഷൻ ഉണ്ടോ എന്താവും അങ്ങനെ? നല്ല ടെൻഷൻ ഉണ്ട്. പക്ഷെ കുഴപ്പമില്ല, എന്തായാലും നന്നായിട്ട് പഠിച്ചു. ഇതുവരെ A+ ആണ്. അപ്പൊ പിന്നെ ഈസിയാണ്. അപ്പൊ എന്തായാലും നമുക്കിനി പെർഫോമൻസ് കണ്ടു കളയാം അല്ലെ? ഏത് പാട്ടാണ്? മലയാളമാണോ, ഹിന്ദിയാണോ, തമിഴാണോ? മലയാളം പാട്ടാണ്. ഓക്കെ, അപ്പൊ കാണാം, കേൾക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ
ഭയങ്കര ക്യൂട്ടായിട്ട് പാട്ട് പാടി. ഗംഭീരായിട്ട് പാടി. അതായത് നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞല്ലോ എനിക്ക് പാട്ട് പാടാൻ ഭയങ്കര ഇഷ്ടമാന്ന് പറഞ്ഞു. ആ ഒരു ഇഷ്ടം എല്ലാം കാണാനുണ്ടായിരുന്നു. അതെ, മുഖത്തും ആ ഒരു പാട്ട് പാടുന്ന രീതി നമുക്കത് കേൾക്കുമ്പോൾ ആ ഒരു ഇഷ്ടമാണ് കൂടുതലായിട്ട് മനസ്സിലാവുന്നത്. ഭയങ്കര നല്ല വോയിസ്. അപ്പോൾ നമുക്ക് റെഡ് കാർപ്പറ്റിന് ഒരു സ്നേഹ സമ്മാനം ഉണ്ട്, അത് ഞങ്ങൾ തരാം, എടുത്തിട്ട് വരാം. ഓക്കെ. കണ്ണിൽ കത്തും ദാഹം ഭാവജാലം പീലി. എന്തായാലും ആഗ്നയുടെ പാട്ട് കേട്ടു. ഇനി ഒരു പാട്ടും കൂടി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു പാട്ടും കൂടി കേൾക്കാൻ നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. ആൻഡ് ആഗ്നയും ഫാമിലിയും ഒക്കെ പരിചയപ്പെടാൻ സാധിച്ചതിൽ ഞങ്ങൾക്കും ഒരുപാട് സന്തോഷം. അപ്പൊ ഇനി വേറെ പല വേദികൾ വെച്ച് നമുക്ക് കാണാം. ഓക്കെ. യെസ്, അപ്പൊ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു ടാറ്റ ബൈ ബൈ പറയാം. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങൂ മണിക്കൂരുന്നേ